Dear students, welcome back to Social Science class. In last class, we learned about the Indo-Islamic architecture style. Indo-Islamic architecture സ്റ്റൈലിന്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കുത്തപ്പിനാർ എന്ന് പറയുന്ന ബിൽഡിങ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, നൗ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ധാരാളം ബിൽഡിങ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പഠിക്കാനുള്ളത്, പോർച്ചുഗീസുകാര് ഇന്ത്യയിൽ ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ദിസ് ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഈസ് നോൺ ആസ് കാൾഡ് ഗോത്തിക് സ്റ്റൈൽ. ഓക്കെ, ഗോത്തിക് സ്റ്റൈൽ എന്നാണ് പോർച്ചുഗീസുകാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചർ സ്റ്റൈലിനെ നമ്മൾ പൊതുവെ വിളിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലും അതുപോലെ തന്നെ എന്താണ് ഗോത്തിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹുമയൂൺ ടോംബ് ഇൻ ഡൽഹി. ഡൽഹിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഹുമയൂൺസ് ടോംബ് ആണ്. ടോംബ് മീൻസ് ശവകുടീരം. ഓക്കെ, ഹു വാസ് ഹുമയൂൺ? ആരായിരുന്നു ഹുമയൂൺ എന്ന് പറയുന്നത്? ഹി വാസ് എ ഫേമസ് മുഗൾ എംപറർ, അല്ലെ? മുഗൾ എംപറർ ആയിരുന്നു ആര്? ഹുമയൂൺ. ഓക്കെ, അദ്ദേഹത്തിന്റെ ടോംബ് മീൻസ് ശവകുടീരം എന്താണ്? ഈ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ഹുമയൂൺസ് ടോംബ് ഇൻ ഡൽഹി വാസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് സ്റ്റൈൽ. ഓക്കെ, അതായത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഹുമയൂൺസിന്റെ ടോംബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഇൻ ഡൽഹി. ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദി സെന്റർ ഓഫ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഒരു ബ്യൂട്ടിഫുൾ ഗാർഡന്റെ സെന്ററിലാണ് ഹുമയൂൺസിന്റെ ടോംബ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ടോംബ് ഈസ് മെയ്ഡ് ഓഫ് റെഡ് സാൻഡ്സ്റ്റോൺ ആൻഡ് മാർബിൾ. ഈ ഒരു ടോംബ് എന്തൊക്കെ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? റെഡ് കളറിലുള്ള സാൻഡ് സ്റ്റോൺ കൊണ്ടും അതുപോലെ തന്നെ മാർബിൾ കൊണ്ടുമാണ് ഈ ഒരു ടോംബ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു ബിൽഡിംഗ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ. സ്ക്രീനിൽ കാണുന്ന ഈ പിക്ചർ ഒന്ന് നോക്കൂ. ഇത് ഏത് പിക്ചർ ആണ്? അവർ ഫേമസ്, വേൾഡ് ഫേമസ് താജ്മഹൽ, അല്ലെ? നമ്മളുടെ എന്താണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള താജ്മഹലിന്റെ പിക്ചർ ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, താജ്മഹൽ ഈസ് ബിൽഡഡ് അറ്റ് ദി ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ. താജ്മഹലും ഏത് സ്റ്റൈലിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് താജ്മഹലും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, the Taj Mahal in Agra constructed by Shah Jahan in memory of his wife Mumtaz Mahal. നമുക്കറിയാം അല്ലേ? താജ്മഹൽ വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ഷാജഹാൻ, എ മുഗൾ എംപറർ. മുഗൾ കിങ് ആയിരുന്ന, മുഗൾ സുൽത്താൻ ആയിരുന്ന ഷാജഹാനാണ് താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയായിരുന്നു താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തത്? അതിന്റെ പിന്നിൽ ഒരു വലിയ സ്റ്റോറി ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ? It was constructed by Shah Jahan in the memory of his wife Mumtaz Mahal. അദ്ദേഹത്തിന്റെ വൈഫായിരുന്ന മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായിട്ടാണ് അല്ലെങ്കിൽ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദി ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഓക്കെ, ഈ ഒരു താജ്മഹൽ എന്ന് പറയുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, then white marble was used for its construction. ഇതിന്റെ കൺസ്ട്രക്ഷന് എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? വൈറ്റ് മാർബിൾ ആണ്. നല്ല വെളുത്ത മാർബിൾ, വൈറ്റ് കളർ മാർബിൾ ആണ് താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു താജ്മഹലിന്റെ പിക്ചർ ഒന്ന് നോക്കൂ. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ ഫീച്ചേഴ്സ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ഫീച്ചേഴ്സും ഈ താജ്മഹലിന്റെ പിക്ചറും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇൻഡോ
ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ പറയുന്ന എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് താജ്മഹലിന്റെ പിക്ചറിൽ കാണാൻ പറ്റുക? ഫസ്റ്റ് വൺ, വലിയൊരു ആർച്ച് കാണാനില്ലേ നിങ്ങൾക്ക്? ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ആർച്ചസ്, ഡോംസ് ആൻഡ് മിനാരംസ് അല്ലെ? ദേ നോക്കൂ, നമ്മളുടെ താജ്മഹലില് വലിയ എന്താണ് ആർച്ചുകളുണ്ട്, ദെൻ വലിയ ടോംസ് ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത് താഴെയൊക്കെ ആയിട്ട് വളരെ സ്മാൾ ടോംസ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് മിനാരംസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ആ ഒരു താജ്മഹലിന്റെ വാൾ എന്താണ് പലതരത്തിലുള്ള പിക്ചേഴ്സ് കൊണ്ട്, ഫ്ലവേഴ്സിന്റെയും പ്ലാന്റ്സിന്റെയും പിക്ചേഴ്സ് ഒക്കെ കൊണ്ടിട്ടൊക്കെ എന്താണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പറയാം, താജ്മഹൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദി ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈൽ. ഓക്കെ, സി ഇസ്ലാമിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അനദർ ബിൽഡിങ്ങും കൂടി പരിചയപ്പെടാം. ഓക്കെ, സി ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചർ ഏതാന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഈ ബിൽഡിംഗ് ഏതാണ്? ആർക്കെങ്കിലും കിട്ടിയോ ഈ ബിൽഡിംഗ് ഏതാന്നുള്ളത്? സി, ദിസ് ഇസ് എ ഓവർ റെഡ് ഫോർട്ട്. ഇതാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. ചെങ്കോട്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ ഈ റെഡ് ഫോർട്ട് എന്നുള്ള പേര് ഈ ഒരു ബിൽഡിങ്ങിന് വരാൻ കാരണം? എന്തുകൊണ്ടാ? ആ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്താല് നിങ്ങൾക്ക് കിട്ടും. അതായത് റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ്, ചുവന്ന കല്ലുകൾ കൊണ്ട്, ഓക്കെ, ചുവന്ന കല്ലുകൾ കൊണ്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു റെഡ് ഫോർട്ടിന് റെഡ് ഫോർട്ട് എന്നുള്ള ഒരു പേര് കിട്ടാൻ തന്നെ കാരണം. See, Red Fort is situated in Delhi. It is an example for the Indo-Islamic style of architecture. The fort is made entirely of red sandstones. Okay. ഈ ഒരു റെഡ് ഫോർട്ട് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത് മുഗൾ പീരിയോഡിലാണ്. ഡൽഹിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സി another example for the Indo-Islamic architecture style in India was Juma Masjid in Delhi. ഓക്കെ, സ്ക്രീനിൽ കാണിക്കുന്നത് ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ പിക്ചർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദി Indo-Islamic architecture style in India. Okay, then marble and red sandstone were used for its construction. See, ജുമാ മസ്ജിദ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് സാൻഡ് സ്റ്റോൺസും അതുപോലെ തന്നെ നമ്മളുടെ മാർബിൾസ് ആണ്. ഓക്കെ ഓക്കെ സി, ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നെക്സ്റ്റ് ബിൽഡിംഗ്, നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ചാർമിനാർ ആണ്. ഓക്കെ, ചാർമിനാർ വാസ് സിറ്റുവേറ്റഡ് ഇൻ ഹൈദരാബാദ്. ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് കുത്തബ് ഷാഹി സുൽത്താൻസ്. ഓക്കെ, സി, ഈ ചാർമിനാർ എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത് ആരുടെ പീരീഡിലാണ്? കുത്തബ് ഷാഹി സുൽത്താൻസിന്റെ പീരീഡിലാണ് നമ്മളുടെ ചാർമിനാർ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ദി ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. ഓക്കെ, ഈ ഒരു ചാർമിനാറും ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, സി, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ചില ബിൽഡിങ്സ് ആണ്. ഓക്കെ, സി സ്റ്റുഡൻസ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് മിഡീവൽ ഇന്ത്യയിലെ ടെമ്പിൾസിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലും അതുപോലെ തന്നെ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബിൽഡിങ്സ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ധാരാളം ടെമ്പിൾ ആർക്കിടെക്ചർ പഠിച്ചിരുന്നു. ഏതൊക്കെ ടെമ്പിൾസിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലാണ് നമ്മൾ പഠിച്ചത്? ബൃഹദേശ്വര ടെമ്പിൾ, പഞ്ചരഥ ടെമ്പിൾ, ഖജുരാഹോ ടെമ്പിൾ, കാമാഖ്യ ടെമ്പിൾ ഇൻ ആസാം, ദെൻ കേവ് ടെമ്പിൾസ് അറ്റ് എല്ലോറ. അല്ലെ, ഇത്രയും എന്താണ് ടെമ്പിൾസിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലും നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സി, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മറ്റു ചില ടെമ്പിൾസിനെ പറ്റിയിട്ടാണ്. മറ്റു ചില ടെമ്പിൾസിന്റെ ആർക്കിടെക്ചർ സ്റ്റൈലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സ്ക്രീനിൽ കാണിക്കുന്നത് വിട്ടാല സ്വാമി ടെമ്പിളും അതുപോലെ തന്നെ ഹസാര രാമ ടെമ്പിളുമാണ്. ഓക്കെ, ഇത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ്. ഓക്കെ,
Vitala Swami Temple and Hasara Rama Temple is situated at Karnataka. Okay, it was constructed during the period of Vijayanagara kings. See, കർണാടകയിലാണ് നമ്മളെ വിറ്റാല സ്വാമി ടെമ്പിളും ഹസാര രാമസ്വാമി ടെമ്പിളും സിറ്റേറ്റ് ചെയ്യുന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് വിജയനഗര കിങ്സ് ആണ്. ഓക്കെ, ഇനി ഈ വിറ്റാല സ്വാമി ടെമ്പിളിന്റെയും ഹസാര രാമ ടെമ്പിളിന്റെയും കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, they were multi-storied and built of chiseled rocks. അതായത് എന്താണ് ചിസൽഡ് റോക്ക്? ചിസൽഡ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെത്തി മിനുക്കിയിട്ടുള്ള, അല്ലെ, വളരെ ചെത്തി മിനുക്കിയിട്ടുള്ള എന്താണ് റോക്സ് കൊണ്ട് മൾട്ടി സ്റ്റോറൈഡ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ടെമ്പിൾസ് ആണ് വിറ്റാല സ്വാമി ടെമ്പിളും ഹസാര രാമ സ്വാമി ടെമ്പിളും. ഓക്കെ, ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ആ ടെമ്പിള് വളരെ ചിസൽഡ് റോക്സ് കൊണ്ട്, ചെത്തി മിനുക്കിയിട്ടുള്ള റോക്സ് കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് മണ്ഡപാസ് were built adjacent to the temples. അതായത് ഓരോ ടെമ്പിൾസിനോടും കൂടി ചേർന്ന് ചില മണ്ഡപങ്ങള്, ഓക്കെ, സ്ക്രീനിൽ കാണിക്കുന്ന പിക്ചറാണ് മണ്ഡപത്തിന്റെ പിക്ചർ. ഓരോ ടെമ്പിളിനോടും അഡ്ജസന്റ് ആയിട്ട് എന്താണ് ചില മണ്ഡപങ്ങളും കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ഓക്കെ, പില്ലാസ് വിത്ത് കാർവിങ്സ് were constructed. അതുപോലെ തന്നെ ധാരാളം പില്ലാസ് ഒക്കെ എന്താണ് ഈ ഒരു ടെമ്പിളിൽ കാണാം. ഈ ഒരു വിറ്റാല സ്വാമി ടെമ്പിൾ നോക്കൂ, എത്ര പില്ലാസ് ആണ് അവിടെ കാണുന്നത്, എത്ര തൂണുകളാണ് ഈ കാണുന്നത്, അല്ലെ, നിറയെ തൂണുകളാണ് ഈ ഒരു ടെമ്പിളിന്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ ടെമ്പിൾസ് were expanded. അതുപോലെ തന്നെ ഈ ടെമ്പിൾസ് എന്താണ് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ഓക്കെ, ടെമ്പിൾ എന്താണ് മണ്ഡപാസും ടെമ്പിൾസ് ഒക്കെ കൂടിയിട്ട് വളരെയധികം എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നതാണ് എന്ത് ഈ വിറ്റാല സ്വാമി ടെമ്പിളും ഹസാര രാമ ടെമ്പിളും. ഓക്കെ, വൺസ് അഗെയിൻ വിറ്റാല സ്വാമി ടെമ്പിളിന്റെയും ഹസാര രാമ ടെമ്പിളിന്റെയും ഫീച്ചേഴ്സ് ഒന്നുകൂടി ടീച്ചർ പറയാം. They are built of chiseled rocks. Chiseled rocks കൊണ്ടാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. മണ്ഡപാസ് were built adjacent to the temples. ഓരോ ടെമ്പിൾസിന്റെയും തൊട്ടടുത്ത് നിയറസ്റ്റ് ആയിട്ട് തന്നെ മണ്ഡപാസും കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ പില്ലാസ് വിത്ത് കാർവിങ്സ് were constructed. അതുപോലെ തന്നെ പില്ലാർസ് എന്താണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ടെമ്പിൾസ് were expanded. ടെമ്പിൾസ് എന്താണ് വളരെ വലുതായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനെ എന്താണ് ഒരു ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഗ്രൗണ്ട് മൊത്തം എന്താണ് ഈ ടെമ്പിൾസിലെ മണ്ഡപങ്ങളും ടെമ്പിൾസ് ഒക്കെ കൊണ്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന രീതിയിലുള്ള ടെമ്പിൾസ് ആണ് വിറ്റാല രാമസ്വാമി ടെമ്പിളും ഹസാര രാമസ്വാമി ടെമ്പിളും. ഓക്കെ, ഈ രണ്ട് ടെമ്പിളും സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ഓക്കെ, ഇതാരാണ് കൺസ്ട്രക്ട് ചെയ്തത്? വിജയനഗര റൂളേഴ്സ് ആണ് ഈ രണ്ട് ടെമ്പിൾസും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സി, പോർച്ചുഗീസുകാര് ഇന്ത്യയില് ഒരു ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും കൂടി ഇന്ത്യയില് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ദിസ് സ്റ്റൈൽ ഈസ് നോൺ ആസ് കാൾഡ് ഗോത്തിക് സ്റ്റൈൽ. ഓക്കെ, ഈ സ്റ്റൈൽ, ഈ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ പേരെന്താണ്? ഗോത്തിക് സ്റ്റൈൽ. ഓക്കെ, എന്താണ്? ഗോത്തിക് സ്റ്റൈൽ. ഗോത്തിക് ഈസ് ആൻ ആർക്കിടെക്ചർ സ്റ്റൈൽ. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോർച്ചുഗീസ്. ഓക്കെ, പോർച്ചുഗീസുകാരാണ് ഗോത്തിക് സ്റ്റൈല് എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇന്ത്യയില് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സി, നമുക്കിനി ഗോത്തിക് സ്റ്റൈലിലെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഓക്കെ, during the 16th century, the Portuguese introduced a new style of architecture in India. എന്താണ് പറയുന്നത്? 16th സെഞ്ചുറിയില് പോർച്ചുഗീസ് ഇന്ത്യയിലെ എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഗോത്തിക് സ്റ്റൈൽ. ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിന്റെ അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്റ്റൈലിന്റെ പേരെന്തായിരുന്നു? ഗോത്തിക് സ്റ്റൈൽ. ഓക്കെ, pointed towers and arches are the major features of this style. നോക്കൂ,
ടവേഴ്സ് മീൻസ് എന്താണ്? ഗോപുരങ്ങളാണ്. വളരെ പോയിന്റഡ് ആയിട്ടുള്ള, എന്താണ്, വളരെ കൂർത്ത് നിൽക്കുന്ന ടവേഴ്സ്. അതുപോലെ തന്നെ ആർച്ചസ് ആർ ദി മേജർ ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റൈൽ. ഈ ഗോത്തിക് സ്റ്റൈലിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പോയിന്റഡ് ടവേഴ്സും ആർച്ചസ് ആണ്. ഓക്കെ. The St. Francis Church in Kochi and Bom Jesus Church in Goa are example of this style. ഓക്കെ, ഈ ഒരു സ്റ്റൈല്, അതായത് ഗോത്തിക് സ്റ്റൈലില് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള 2 ബിൽഡിങ്സ് ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി, നമ്മളെ കേരളത്തിലാണ്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ച് എന്താണ്? ഇങ്ങനെ ഈ ഗോത്തിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഗോവയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ബോം ജീസസ് ചർച്ച്. ഓക്കെ, ബോം ജീസസ് ചർച്ച് എന്താണ്? ഗോത്തിക് സ്റ്റൈലില് കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഓക്കെ. ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന പോർഷൻസ് നന്നായി പഠിക്കുക. ബ്രീഫ് നോട്ട് നോക്കിയിട്ട് നന്നായിട്ട് സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുക കേട്ടോ. ഓക്കെ.